ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ അക്കൗണ്ടിങ് ക്ലാസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് NPOയുടെ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ 4 ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് NPOയുടെ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് ഏത് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടതാണ് ഏത് വർഷത്തെ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത് എക്സലൻറ്റ് ക്രിക്കറ്റ് ക്ലബിൻ്റെ March 31, 2015 ആ വർഷത്തെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ചെയ്യാം. ഏതാണ് ബിസിനസ് ഓർഗനൈസേഷന്? എക്സലൻറ്റ് ക്രിക്കറ്റ് ക്ലബ്, March 31, 2015. അപ്പോൾ നമുക്കതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫോർമാറ്റിൽ ഫസ്റ്റ് നിങ്ങൾ ഹെഡിങ് ചെയ്ത ബുക്സ് ഓഫ് എക്സലൻറ്റ് ക്രിക്കറ്റ് ക്ലബ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് ഓൺ March 31, 2015. ക്വസ്റ്റ്യനിൽ ഏത് വർഷമാണ് തന്നിരിക്കുന്നത് ആ വർഷം നിങ്ങളിവിടെ എഴുതുക. അതുപോലെ തന്നെ ബുക്സ് ഓഫ് ഏത് ഓർഗനൈസേഷൻ്റെ ബുക്കാണോ ആ ഓർഗനൈസേഷൻ്റെ നെയിമും നിങ്ങൾ എഴുതുക. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞ് നമുക്ക് ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നമുക്ക് ഇൻകം സൈഡ്, എക്സ്പെൻഡിച്ചർ സൈഡ്, ക്രെഡിറ്റ് സൈഡ് നമ്മളുടെ ഇൻകം സൈഡ്. ഫോർമാറ്റ് ക്ലിയർ ആണല്ലോ? എക്സലൻറ്റ് ക്രിക്കറ്റ് ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്ലബിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കുന്നത് നമുക്കൊരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ അഥവാ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ആണോ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എന്ത് ചെയ്യുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അതിനെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഏതൊരു ഐറ്റം എടുക്കുമ്പോഴും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് അഥവാ അഡീഷണൽ ഇൻഫോർമേഷന് മിസ് ചെയ്യില്ല. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾക്ക് അതിൽ മറക്കാതെ നമ്മൾ എൻട്രി ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ ആദ്യം നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നത്, പിന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, അതിൻ്റെ താഴെയാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇവിടെ അസെറ്റ്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് അസറ്റുകൾ അല്ലേ, ഓപ്പണിംഗ് ആയിട്ടില്ല, ലാസ്റ്റ് ഇയർ ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള ഐറ്റംസിനെയാണ് ഈ വർഷത്തേക്ക് ഓപ്പണിംഗ് ആയിട്ട് ക്ലബ്ബ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലെ അസറ്റുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അസറ്റ് ഇപ്പം നമുക്കിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫസ്റ്റ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കുള്ള ഐറ്റം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, പ്രിൻറ്റിങ് സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ, ഇത് മൂന്നും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്ന ഐറ്റംസ് ആണ് അല്ലേ. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തന്നിരിക്കുന്നത് ഫസ്റ്റ് അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽ, സ്റ്റേഷനറി, സബ്സ്ക്രിപ്ഷൻ, ഇത് മൂന്നും നിങ്ങൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയിൽ നിങ്ങളതൊന്ന് നോട്ട് ചെയ്തു. ഇനി അടുത്തത് എന്തേലും തന്നിരുന്നത് സ്പോർട്സ് മെറ്റീരിയൽ, അതിനും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി വരുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ മൂന്നും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് അവർ തന്നിരിക്കുന്നത്? ഡൊണേഷൻ ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ഓഫ് ടൂർണമെൻറ്റ്. ഡൊണേഷൻ്റെ ടൂർണമെൻറ്റിൻ്റെ കുറിച്ചാണ്. അത് നമ്മൾക്ക് ബാലൻസ് ഷീറ്റിൽ ചെയ്യാനുള്ളതാണ്, അതിപ്പോൾ നോക്കണ്ട. പിന്നെ തന്നിരിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ, മെറ്റീരിയൽസ് ആൻഡ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. വീണ്ടും തന്നിട്ടുണ്ട് അല്ലേ, സബ്സ്ക്രിപ്ഷനും മെറ്റീരിയലും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ ഓരോ ഐറ്റംസിനും നമുക്ക് 2 പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചു. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ നോക്കി. മറ്റേതെല്ലാം അസറ്റുകൾക്ക് ബാലൻസ് ഷീറ്റിലേക്കുള്ളത് നമ്മളിപ്പോൾ നോക്കുന്നില്ല, നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കുള്ള എല്ലാം എടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് 3 ഐറ്റത്തിന് നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻ ഉണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റെസീപ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം.
ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ്, അതൊരു അസറ്റാണ്. അസറ്റ് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ മുമ്പേ ഉള്ള വീഡിയോസ്, ഓരോ വീഡിയോസും കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതിൽ ഏതാണ് പെക്യൂലിയർ ഐറ്റംസ്, എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള എല്ലാ വീഡിയോസും ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തതാണ്. അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അസറ്റ് നമ്മളിവിടെ എടുക്കൂല. അടുത്തത് മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ മെയിൻ ഐറ്റം. എത്രയാണ്? 250,000 നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് 2 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുള്ളത്, റിസീവ് ചെയ്യാനുള്ളതുണ്ട്. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷനാണ്. ഇത് കഴിഞ്ഞ വർഷത്താണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വർഷത്തതാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തതോ അടുത്ത വർഷത്തോ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് റിമൂവ് ചെയ്യണം, അതായത് ഡിഡക്റ്റ് ചെയ്ത് കളയണം അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇനി ഈ വർഷത്തെ അവർ തന്നിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ മാർച്ച് 31 42,000. ഈ വർഷം നമുക്ക് കിട്ടാനുള്ളത്. ഈ വർഷത്തെ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യണം. ഈ വർഷത്തെ എന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ളത് ആഡ് ചെയ്യണം. കഴിഞ്ഞ വർഷത്തത് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്തുണ്ട്, അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആഡ് ചെയ്ത്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻകം അല്ലേ? സബ്സ്ക്രിപ്ഷൻ 250,000 എഴുതി. അതിലേക്ക് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്തു. കഴിഞ്ഞ വർഷത്തത് ഓപ്പണിങ് 28,000, അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 2,64,000. ക്ലിയർ ആണല്ലോ? അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തതാണ് മെമ്പേഴ്സ് അഡ്മിഷൻ ഫീ. മെമ്പേഴ്സ് അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു ഇൻകം അല്ലേ? അതും നമ്മൾ ഇവിടെ എടുക്കണം. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയത്. അഡ്മിഷൻ ഫീയും നമ്മൾ എടുത്തു. ഇനി അടുത്തത് എന്താണ്? സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. പഴയ സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നത്, അതും നമുക്ക് എന്താണ്? ഇൻകം അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ, അതും നമ്മളെടുത്തു. ഇനി അടുത്തതാണ് ഹയർ ഓഫ് ഗ്രൗണ്ട്. ഹയർ എന്ന് പറയുമ്പോൾ എന്താണ്? റെൻ്റ് അല്ലേ? റെൻ്റ് ഓഫ് ഗ്രൗണ്ട്. ഗ്രൗണ്ട് നമ്മൾ റെൻറ്റിന് കൊടുത്തത്, ഫുട്ബോൾ കളിക്കോ ഒക്കെ പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ റെൻറ്റിന് കൊടുക്കും. അപ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു ഇൻകം അല്ലേ? അത് എത്ര വന്നിരിക്കുന്നത്? 28,000. മറ്റ് 2 ഐറ്റം നമ്മൾ എടുത്തു അല്ലേ? ഹയർ ഓഫ് ഗ്രൗണ്ട് നമുക്കൊരു 28,000, അതിൻ്റെ റെൻറ്റ് നമുക്ക് കിട്ടി. ഇൻകം അല്ലേ? അപ്പോൾ നമ്മൾ ഇൻകം സൈഡിൽ അതും എഴുതി, റെൻ്റ് ഓഫ് ഗ്രൗണ്ട്. അപ്പം 4 ഇൻകം നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ്. ഇതെന്താണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ്. എല്ലാ സ്പെഷ്യൽ റെസിപ്റ്റ് നമ്മൾ എങ്ങോട്ട് എൻ്റർ ചെയ്യുക? ബാലൻസ് ഷീറ്റിലല്ല എടുക്കുന്നത്. പിന്നെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഡൊണേഷൻ, ഇതെല്ലാം ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. ഇപ്പം നമ്മൾ റെസിപ്റ്റ് സൈഡ് എല്ലാം എടുത്തു. ഇനി അടുത്ത് നമുക്ക് എന്താണ്? പേയ്മെൻറ്റ് സൈഡ്. പേയ്മെൻറ്റ് സൈഡ് നോക്കാം. ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഡൗൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇവിടെ എടുക്കുമോ? അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. അടുത്തത് അപ്കീപ്പ് ഓഫ് ഫീൽഡ് പാവിലിയൻ. അപ്കീപ്പ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ. അതൊരു റെഗുലർ എക്സ്പെൻഡിച്ചറാണ് അല്ലേ? അത് നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. ഇത് അസറ്റ് അല്ല, ഇതൊരു എക്സ്പെൻഡിച്ചറാണ്. ഗ്രൗണ്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാനുള്ള ഒരു എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതെവിടെ നമ്മൾ എടുക്കുന്നത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുക്കണ്ടേ? നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഫസ്റ്റ് ഐറ്റം എടുത്ത്. ഇനി അടുത്ത എന്താണ് തന്നിരിക്കുന്നത്? ടൂർണമെൻറ്റ് എക്സ്പെൻസ്, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, ടെലഫോൺ എക്സ്പെൻസ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജ്. ഈ 4 ഐറ്റമും നമുക്ക് ഒന്നിച്ചെടുക്കാം. ഇതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെ എമൗണ്ട് നിങ്ങൾ നോക്കുക. 40, 10,000, 3,500 ആൻഡ് 4,000. ഇതിനൊന്നും നമ്മൾക്ക് എന്താണ്? ആദ്യമേ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ
ഇൻഫോർമേഷൻ അല്ലേ. അപ്പോൾ ഇതിനൊന്നും അഡീഷണൽ ഇൻഫോർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്കിത് എല്ലാം ഇതുപോലെ തന്നെ ഈ എമൗണ്ടും വെച്ചിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ആൻഡ് ടെലിഫോൺ. അത് നമ്മൾ എടുത്തു അല്ലേ. ടൂർണമെൻറ്റ് എക്സ്പെൻസ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ടൂർണമെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ടൂർണമെൻറ്റ് ഫണ്ട് നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിൽ, അവിടെയാണ് നമ്മുടെ ടൂർണമെൻറ്റ് എക്സ്പെൻസ് എടുക്കുന്നത്. അത് നമ്മൾ ഇവിടെ എടുക്കില്ല. റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസും ടെലിഫോണും പോസ്റ്റേജ് ആൻഡ് കൊറിയർ ഇത് മൂന്നുമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ ആ 3 എക്സ്പെൻഡിച്ചർ എഴുതി. ഇനി അടുത്തതാണ് നമുക്ക് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി അവർ ക്യാഷ് കൊടുത്തത് 26,000. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ലാസ്റ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഓപ്പണിംഗ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ്? 11,000. ഔട്ട്സ്റ്റാൻഡിങ് അല്ല, ലാസ്റ്റ് ഇയറിലെ സ്റ്റോക്കാണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി സ്റ്റോക്ക് 11,000 ഉണ്ട്. ഈ വർഷത്തെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അവർ തന്നിരിക്കുന്നത് 30% പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി റൈറ്റ് ഓഫ്. റൈറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിന് നിങ്ങൾ കൺസ്യൂം ചെയ്തു എന്ന ഒരു മീനിങ് ആണ് നിങ്ങൾ ഇവിടെ റൈറ്റ് ഓഫിന് എടുക്കേണ്ടത്. ഇവിടെ അവർ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 30% ആണ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതായത് 30% ഈ വർഷം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അവർ വാങ്ങിച്ചത്? 26,000. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് നമുക്കൊരു 11,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് എത്ര ഉണ്ട്? ഈ 26,000 11,000 ആഡ് ചെയ്തതാണ് ടോട്ടൽ സ്റ്റോക്ക്. അതിൽ നിന്നും ഈ വർഷം യൂസ് ചെയ്തത് റൈറ്റ് ഓഫ് ചെയ്തത് എത്രയാണ്? 30%. അതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 26,000. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് കഴിഞ്ഞ വർഷത്തെ കുറച്ച് സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 37,000 സ്റ്റോക്ക് ഉണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് 30% ആണ് റൈറ്റ് ഓഫ് 30%. 30% ഓഫ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. ടോട്ടൽ നമ്മൾ കൺസ്യൂം ചെയ്തത് എത്രയാണ്? ഇപ്പോൾ ടോട്ടൽ നമുക്കുള്ള പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷൻ 26,000 നമ്മൾ വാങ്ങിച്ചു. അതുപോലെ കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഒരു 11,000. 37,000 ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ഈ 37,000ൻ്റെ 30% അതെത്ര വരിക? 37,000ൻ്റെ 30% അതായത് 11,100. അതാണ് റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ കൺസ്യൂം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് സ്റ്റേഷനറി കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 11,100 സ്റ്റേഷനറി കൺസ്യൂംഡ്. ഇത് ക്ലിയർ ആണല്ലോ. 37,000ൽ നിന്നും 11,100 ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതായത് 30% അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഡിഡക്റ്റ് ചെയ്താൽ ബാക്കിയുള്ളത് നമുക്ക് എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പോൾ എത്രയാണ്? 25,900. ഇതെങ്ങോട്ടാണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ ബാലൻസ് ഷീറ്റിലും നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കേണ്ടി വരും. 100% ക്ലിയർ ആണല്ലോ. ഫസ്റ്റത്തെ നമ്മൾ വാങ്ങിച്ച 26,000, ലാസ്റ്റ് ഇയറിൽ 11,000 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ കൂട്ടിയപ്പോൾ ടോട്ടൽ നമുക്ക് 37,000ൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തു 30%. അതാണ് 11,100. അത് നമ്മൾ കൺസ്യൂം ചെയ്തത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 25,900. അപ്പം നമ്മുടെ സ്റ്റേഷനറി എടുത്തു. ഇനി നമുക്ക് വരുന്നതാണ് മിസലേനിയസ് എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻഡിച്ചർ. അതുപോലെ സെക്രട്ടറീസ് ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് അല്ലേ. ചീഫ് ഗസ്റ്റ് അങ്ങനെ പോലുള്ള ആളുകൾക്ക് സ്പെഷ്യൽ സർവീസിന് കൊടുക്കുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ് ഹോണറേറിയം. അടുത്തതാണ് ഗ്രാസ് സീഡ്, ഗ്രാസുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ. ഇത് മൂന്നിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ നമുക്ക് ഈ 3 എക്സ്പെൻഡിച്ചറും ഒന്നിച്ച് എഴുതിക്കൂടെ?
3 എക്സ്പെൻഡിച്ചറും എടുത്തിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ കൊണ്ടുവെക്കാം. 3 എക്സ്പെൻഡിച്ചറും എടുത്തു. ഇനി അടുത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അസെറ്റാണ്, നമ്മളിവിടെ എടുക്കൂലല്ലോ. അടുത്തത് നമുക്ക് വരുന്നതാണ് പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ. പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, അപ്പം നമുക്ക് അതിവിടെ എടുക്കാം. പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് എത്രയാണ്? അവർ വാങ്ങിച്ച സ്പോർട്സ് മെറ്റീരിയൽ 68,000. സ്റ്റേഷനറി പോലെ തന്നെയാണ് ഏതൊരു ഐറ്റംസിൻ്റെയും സ്റ്റോക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണല്ലേ. അപ്പോൾ 68,000-നുള്ള മെറ്റീരിയൽ സ്റ്റോക്ക് അവർ വാങ്ങിച്ചു. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് എത്രയുണ്ട്? സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഇവിടെ കഴിഞ്ഞ വർഷത്തത് 85,000 ആണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഒരു 85,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്തേക്കാരം? ഈ വർഷം നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചത് 68,000-ഉം കഴിഞ്ഞ വർഷത്തത് ഒരു 85,000-ഉം, അത് രണ്ടും കൂടി കൂട്ടിയതാണ് ടോട്ടൽ സ്റ്റോക്ക്. ആ സ്റ്റോക്കിൽ നിന്ന് അവർ എത്രയാണ് യൂസ് ചെയ്തത്? റൈറ്റ് ഓഫ്. റൈറ്റ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? കൺസ്യൂം ചെയ്തു. എത്രയായിരുന്നു കൺസ്യൂം ചെയ്തത്? 50% ആണ് അവർ കൺസ്യൂം ചെയ്തത്. ബാക്കി സ്റ്റോക്കാക്കിയിട്ട് ഈ വർഷത്തെ സ്റ്റോക്കായിരിക്കും അല്ലേ. അപ്പം നമുക്കത് നോക്കാം. 50% കൺസ്യൂം ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. സ്പോർട്സ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയായിരുന്നു? 85,000. നമ്മൾ എത്രയാണ് വാങ്ങിച്ചത്? 68,000. ടോട്ടൽ സ്പോർട്സ് മെറ്റീരിയൽ എത്രയുണ്ട്? 1,53,000 ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. അതായത് ഈ വർഷം നമ്മൾ 68,000 വാങ്ങിച്ചു, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഒരു 85,000 നമുക്ക് ബാലൻസും ഉണ്ട്. അങ്ങനെ 1,53,000 ആണ് നമുക്കുള്ളത്. ഈ 1,53,000-ൽ അതിൻ്റെ എത്രയാണ് നമ്മൾ കൺസ്യൂം ചെയ്തത്? 50% അല്ലേ നമ്മൾ കൺസ്യൂം ചെയ്തത്. അപ്പം നമ്മൾ 50% എത്രയാണ് നമ്മൾ നോക്കുക. 50 ഡിവൈഡഡ് ബൈ 100. 1,53,000-ൻ്റെ 50/100 എന്ന് പറയുമ്പോൾ 76,500. ഇത്രയാണ് നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുള്ള സ്പോർട്സ് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. ടോട്ടല് ഈ വർഷം വാങ്ങിയതും കഴിഞ്ഞ വർഷത്തെ ബാലൻസും കൂടിയിട്ട് നമുക്ക് 1,53,000 ഉണ്ട്. അതിൻ്റെ 50% എന്ന് പറയുന്നത് 76,500. അതാണ് നമ്മൾ കൺസ്യൂം ചെയ്തത്. ബാക്കിയുള്ളത് എന്തായിരിക്കും? നമ്മുടെ ക്ലോസിങ് സ്റ്റോക്ക് അല്ലേ. ബാക്കി നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് 76,500. അപ്പോൾ അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ബാലൻസ് ക്യാരി ഡൗൺ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ബാലൻസ് നമ്മൾ ഇവിടെ എടുക്കൂല അല്ലേ. ബാലൻസ് ക്യാരി ഡൗണും ബാലൻസ് ബ്രോഡ് ഡൗണും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നില്ല, അതൊരു അസറ്റ് ഐറ്റമാണ്. ഇപ്പം നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്തു. അതിനാണ് നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എന്താണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് മിസ്സായില്ല അല്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്താ നോക്കണ്ടേ? നമുക്ക് ഇനി ഇത് ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസ് ചെയ്യാൻ എന്താ ചെയ്യുക? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിൻ്റെയും ടോട്ടൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എത്രയുണ്ട്? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 3,09,500 ആണ് നമുക്ക് ഈ സൈഡ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ എത്രയെന്ന് നോക്കാം. ഡെബിറ്റ് സൈഡ് ടോട്ടൽ നമുക്ക് വരുന്നത് 2,57,100. ഏത് സൈഡാണ് കൂടുതൽ? നമ്മുടെ ക്രെഡിറ്റ് സൈഡിലല്ല നമുക്ക് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ 3,09,500 ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇൻകം ആണ് നമുക്ക് കൂടുതൽ. ഇൻകം കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും നമ്മൾ ഈ 3,09,000 ബാലൻസിങ് നിങ്ങൾക്കറിയില്ലേ, +1 പഠിച്ചതല്ലേ. 3,09,500 രണ്ട് സൈഡിലും നമ്മൾ ഈ ബിഗ് എമൗണ്ട് എഴുതുക. 3,09,500.
ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ 3,09,500 എന്ന് രണ്ട് സൈഡിലും എഴുതി. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസ് കാണണം. 3,09,500 നിന്നും 2,57,100 നമുക്ക് ഒന്ന് ഡിഡക്റ്റ് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? 52,400. ഇതാണ് നമ്മുടെ എന്ത്? സർപ്ലസ്. ഇൻകം നമുക്ക് കൂടുതലാണ് അല്ലേ? 3,09,500 നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. എന്നാൽ എക്സ്പെൻഡിച്ചർ നമുക്ക് എത്രയാണ്? 2,57,100 ആണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻകത്തിൽ നിന്നും എക്സ്പെൻഡിച്ചർ കുറച്ച് കിട്ടുന്നത് എന്താണ്? നമ്മളിവിടെ പ്രോഫിറ്റ് എന്നാണോ വിളിക്കുക? അല്ല, ഇവിടെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നമ്മൾ വിളിക്കുന്നത് സർപ്ലസ്. നമുക്ക് സർപ്ലസ് എത്ര കിട്ടിയത്? 52,400 ആണ് നമ്മുടെ സർപ്ലസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതും സർപ്ലസ് 52,400 എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സാമിന് നിങ്ങൾ എന്തായാലും സർപ്ലസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എമൗണ്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ അതിൻ്റെ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് നിങ്ങൾ എഴുതണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 100% ക്ലിയർ അല്ലേ? എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എടുക്കുന്നതെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, ബാലൻസ് ഷീറ്റ് ഓഫ് എക്സലൻറ്റ് ക്ലബ് മാർച്ച് 31, 2015. ബാലൻസ് ഷീറ്റിന് 2 സൈഡ്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, നമ്മൾ ഓൾറെഡി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ സർപ്ലസും ഡെഫിസിറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾക്ക് വേണ്ട ഐറ്റമാണ് ക്യാപിറ്റൽ ഫണ്ട്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല. അപ്പോൾ ഈ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ബാലൻസ് ഷീറ്റ് ഓഫ് എക്സലൻറ്റ് ക്രിക്കറ്റ് ക്ലബ് മാർച്ച് 2014. നമുക്ക് 2015 ആണ് നമ്മുടെ ഈ വർഷം. എന്നാൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് അവർ തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞ വർഷത്തെ ഐറ്റംസ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ അവരെന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ബ്രോഡ് ഡൗൺ, കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട് അസറ്റ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും തന്നിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അവർ തന്നിരിക്കുന്നത്. ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും. പിന്നെ അവരെന്താണ്? അസറ്റ്സ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അസറ്റ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ പ്ലേ ഗ്രൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് 18,000 അത് അവർ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ അസറ്റായിട്ടും തന്നിട്ടുണ്ട്. രണ്ടും സെയിം തന്നെയല്ലേ? അപ്പോൾ പ്ലേ ഗ്രൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക്, ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്തെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റേഷനറി, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റേഷനറി. അതുപോലെ കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതും ഒരു അസറ്റാണ്. ഇത്രയും അസറ്റുകളും അവർക്കുണ്ട്. അതുകൂടാതെ അവർക്ക് ഏതായിരുന്നു? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ നോക്കുക. ഓപ്പണിംഗ് ബാലൻസുകൾ ഇവിടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, റെസീപ്റ്റും പേയ്മെൻറ്റും. പേയ്മെൻറ്റ് സൈഡിൽ ബാങ്ക് എന്ന് വന്നാൽ ഓവർ ഡ്രാഫ്റ്റ് നമുക്കൊരു ലയബിലിറ്റിയാണ്, അത് നമുക്ക് ലയബിലിറ്റി സൈഡിലും എഴുതാം. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ്, പിന്നെ നമുക്ക് ഈ അസറ്റുകളെല്ലാം നമുക്ക് എഴുതാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകാം. എല്ലാ അസറ്റുകളും നമ്മൾ എഴുതി. ക്ലിയർ അല്ലേ? അസറ്റുകളെല്ലാം ക്യാഷ് ഇൻ ഹാൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാനുള്ളത് ഒരു അസറ്റല്ലേ? കഴിഞ്ഞ വർഷത്തെ അസറ്റാണ്. ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, പിന്നെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസറ്റും അവർക്കുണ്ട്.
ഇനി അടുത്തത് എന്തായിരുന്നു തന്നിരുന്നത്? ഒരു ലയബിലിറ്റി അവർ തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വൽ ആവണമെന്ന് നമുക്കറിയാം അല്ലേ? ഇവിടെ ഈക്വൽ ആവുമോ? ഈക്വൽ ആവുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന പോലെ ആ ഡിഫറൻസ് എന്തായിരിക്കും? ആ ഡിഫറൻസ് ആയിരിക്കും നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ ഫണ്ട് എന്താണ്? ഈ വർഷത്തെ നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ട്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടാണ് കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ക്യാപിറ്റൽ ഫണ്ട്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബാലൻസിങ് ഫിഗർ, ഇതിലെ ബാലൻസ് എത്രയാണ്? അസറ്റ്, കഴിഞ്ഞ വർഷത്തെ അസറ്റിലെ ഓപ്പണിംഗ് അസറ്റുകളും എല്ലായിടത്തും നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടി 6,26,000. ഈ ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മൾക്ക് ഈ വർഷത്തെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഐറ്റം. എന്താണ് നമുക്ക് ഈ ക്യാപിറ്റൽ ഫണ്ടല്ലേ നമ്മൾ എഴുതേണ്ടത്? ഈ ക്യാപിറ്റൽ ഫണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഈ ക്യാപിറ്റൽ ഫണ്ടാണ് ഈ വർഷത്തെ നമ്മളുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ സർപ്ലസ്. കഴിഞ്ഞ വർഷത്തിലെ ഈ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സർപ്ലസ് എത്രയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 52,400. അതാണ് നമ്മുടെ സർപ്ലസ്. അത് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ സർപ്ലസും കൂടെ ആഡ് ചെയ്യണം. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് പ്ലസ് സർപ്ലസ് 52, അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6,78,400 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ട ഒരു ഐറ്റം ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഫണ്ട് പ്ലസ് സർപ്ലസ്, ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ഡെഫിസിറ്റ്. എന്നിട്ട് നമുക്കിവിടെ ടോട്ടൽ കിട്ടി. അതിൻ്റെ കൂടെ നിങ്ങൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന ഐറ്റം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ അത് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എത്രയായിരുന്നു? 20,000. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഈ ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ വർഷത്തെ ടോട്ടൽ ഫണ്ട് നമുക്ക് ശരിയാവുന്നത്. അങ്ങനെ ക്യാപിറ്റൽ ഫണ്ട്, സർപ്ലസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ടോട്ടൽ ഫണ്ട് എത്രയാണ്? 6,98,000 ആണ് നമുക്ക് ടോട്ടൽ ഫണ്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോ ഐറ്റമായിട്ട് ഇവിടെ നോക്കാം. ഇവിടെ അടുത്ത ഐറ്റം തന്നിരിക്കുന്നത് ടൂർണമെൻറ്റ്. മറ്റെല്ലാ ഐറ്റവും നമ്മൾ എടുത്തതാണല്ലേ? സബ്സ്ക്രിപ്ഷൻ ഫോർ ടൂർണമെൻറ്റ്. ഇവിടെ നമുക്ക് ടൂർണമെൻറ്റിന് അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തന്നിരുന്നു. ഇവിടെ ആകെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് അവർ തന്നിട്ടുള്ളൂ. ഡൊണേഷനും ടൂർണമെൻറ്റിനും എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അത് അവർ ആർ കെപ്റ്റ് ഇൻ റിസർവ് ഫോർ എ പെർമനൻറ്റ് പാവിലിയൻ. അത് അവർ റിസർവായിട്ട് കീപ്പ് ചെയ്യുക, പാവിലിയൻ റിസർവായിട്ട് ഫണ്ടായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇതെന്താണ്? പാവിലിയൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ രണ്ടിനെ നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ടൂർണമെൻറ്റ് ഫണ്ട് നോക്കാം. ടൂർണമെൻറ്റ് ഫണ്ടിൽ എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 60,000 ആണ് ടൂർണമെൻറ്റ് ഫണ്ട്. അതിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ എത്രയാണ്? നമ്മൾ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് ഓരോ ഫണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ? എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം, ഡിഡക്റ്റ് ചെയ്യണം. ഇവിടെ അവർ തന്നിട്ടുണ്ട് ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എത്രയായിരുന്നു? 40,000. ടൂർണമെൻറ്റ് സബ്സ്ക്രിപ്ഷൻ 60,000 ഉണ്ട്. അതിൽ നിന്ന് ഈ എക്സ്പെൻസ് നമുക്ക് കുറക്കണം 40,000. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ടൂർണമെൻറ്റിൻ്റെ ചെയ്യാം. പാവിലിയന് ടൂർണമെൻറ്റ്. ക്ലിയർ ആണല്ലോ? ടൂർണമെൻറ്റ് 60,000 ആണ് നമുക്ക് ടൂർണമെൻറ്റ് ഫണ്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് എക്സ്പെൻഡിച്ചർ ഒരു 40,000. അത് കുറച്ചിട്ട് 60,000 മൈനസ് 40,000 20,000 ടൂർണമെൻറ്റ്. ഇതെങ്ങോട്ടാണ് പോകുന്നത്?
പാവിലിയൻ ഫണ്ട്. നമ്മൾ പാവിലിയൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതുന്നത് അല്ലേ. അപ്പോൾ പാവിലിയൻ ഫണ്ടിൽ സർപ്ലസ് ഫ്രം ടൂർണമെൻറ്റ് 60,000 മൈനസ് 20,000. 60,000 ഫണ്ടിൽ നിന്ന് 20,000 സ്പെൻഡ് ചെയ്തു. ബാക്കി നമുക്ക് ഉള്ള എമൗണ്ട് ഇതിൽ 40,000 സ്പെൻഡ് ചെയ്ത് 20,000 നമുക്ക് സർപ്ലസ് ഉണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു പാവിലിയനിലേക്ക് പറഞ്ഞിരുന്നത്? ഡൊണേഷൻ. 6 lakh. അതിന് നമുക്ക് 6 lakh ഡൊണേഷൻ്റെ പറ്റി ഒന്നും അവരിവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആ ടോട്ടൽ 6 lakh ഡൊണേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടിടാം. ഇപ്പം നമ്മളുടെ പാവിലിയൻ ഫണ്ടായിട്ടാണ് നമ്മുടെ ടൂർണമെൻറ്റും ഡൊണേഷനും നമ്മൾ എഴുതിയത്. ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയത്? ടോട്ടൽ നമുക്ക് കിട്ടിയത് 6,20,000. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മുടെ റെസീപ്റ്റ് സൈഡ് ഫുള്ളും നമ്മൾ എടുത്തു കഴിഞ്ഞു. റെസീപ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഏത് സൈഡാണ്? നമ്മൾക്കിനി പേയ്മെൻറ്റ് സൈഡാണ്. പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമുക്ക് ക്യാഷ്. ഇവിടെ ക്യാഷ് പേയ്മെൻറ്റിൽ ബാലൻസ് ക്യാരി ഡൗൺ, ഇതാണ് നമ്മുടെ ക്ലോസിങ് ക്യാഷ്. ഇതെത്രയാണ് വന്നിരിക്കുന്നത്? ഒരു 74,000 ഉണ്ട് ക്യാഷ്. അത് നമുക്ക് അങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് നമ്മളുടെ ക്യാഷ് ഇൻ ഹാൻഡിന് നമുക്ക് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ഫസ്റ്റ് എടുത്തു. ഇനി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഫിക്സ്ഡ് അസറ്റുകളൊക്കെ നമ്മുടെ ലാസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇപ്പോൾ എടുക്കണം. നമ്മൾ കറണ്ട് അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്തു. മറ്റ് ഫിക്സ്ഡ് അസറ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, ഗ്രൗണ്ടുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഏതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യാറ്? ഇൻകം ആൻഡ് എക്സ്പെൻസിൻ്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ 2 സമയം നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ എടുക്കും. ഒന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു സമയത്തും, പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിലും ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിലും എടുക്കണം. അപ്പോൾ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത് നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമാണ്. നമ്മൾ ഈ വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണ് 2 times എടുക്കേണ്ടത്. ഈ വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അത് നമുക്കൊരു ഇൻകം അല്ലേ, അസറ്റ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു അസറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നതാണ് റൈറ്റ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ടാവും. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതും. അതിൻ്റെ സ്റ്റോക്ക് എങ്ങോട്ടാണ് പോകുക? സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തല്ലേ? സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലും കൺസ്യൂംഡ് നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ എഴുതിയിരുന്നു. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ ക്ലോസിങ് സ്റ്റോക്ക് 25,900 അല്ലേ? അതുപോലെ സ്പോർട്സ് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് എത്രയായിരുന്നു? ക്ലോസിങ് സ്റ്റോക്ക് ഒരു 76,500 ഉണ്ട്. ഈ 2 ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് എടുക്കണം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ ക്ലോസിങ് സ്റ്റോക്ക്, അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻകമാണ് അല്ലേ? ഇൻകം നമുക്ക് കിട്ടാനുള്ളത് 42,000. ഈ 3 ഐറ്റം നമുക്ക് അസറ്റ് അല്ലേ? ഈ 3 ഐറ്റം നമുക്ക് അസറ്റായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലെ 3 ഐറ്റം നമുക്ക് അസറ്റിലേക്ക് കൊണ്ടുപോകാം. ക്ലിയർ ആണല്ലോ അല്ലേ? 3 ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഇൻകം എടുത്തു. എല്ലാ ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് നമ്മൾ ബാലൻസ് ഷീറ്റിലും കൊടുന്ന് എഴുതണം, മറക്കരുത്. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 42,000, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ 76,500, സ്റ്റോക്ക് ഓഫ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 25,900. ഇതെല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിരുന്നു അല്ലേ? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു. ഇനി നമുക്ക് വരുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഒരു അസറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? അസറ്റായിട്ട് കൊണ്ടുപോയിട്ട് അസറ്റ് സൈഡിൽ എഴുതാം. ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി. ഇപ്പം നമ്മൾ റെസീപ്റ്റ് സൈഡ് എല്ലാ ഐറ്റവും എടുത്തു, പേയ്മെൻറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു. ഇനി നമ്മൾക്ക് എന്താണുള്ളത്? ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിലെ കഴിഞ്ഞ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഐറ്റംസ് നമ്മളിവിടെ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ എടുത്തതാണ്. പിന്നെ ഈ വർഷത്തെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എടുത്തു. ഇനി നമുക്കുള്ളത് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് അത് ഈ വർഷത്തെ അസറ്റ് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യും? ഈ അസറ്റിൽ എടുക്കണ്ടേ? കഴിഞ്ഞ വർഷത്തെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ വർഷത്തെ നമ്മുടെ ഒരു അസറ്റാണ്.
ആസെറ്റും നമ്മൾ ഇവിടെ എടുത്തു. ഇപ്പോൾ എല്ലാ ഐറ്റംസും എടുത്തു അല്ലേ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മളെടുത്തു, എല്ലാ റെസീപ്റ്റിലെയും പേയ്മെൻറ്റിലെയും എല്ലാ ഐറ്റംസും നമ്മളെടുത്തു. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ എത്ര എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ടോട്ടൽ നോക്കാം. രണ്ട് സൈഡിലെ ടോട്ടലാണ് നമ്മൾ എടുക്കേണ്ടത്. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡിലെയും ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 13,18,400 ആണ് നമുക്കിതിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് പഠിച്ചു അല്ലേ. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും എടുത്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ നമ്മൾ ഈ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എടുത്തിട്ടാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഫണ്ട് എടുത്തു, അതിൻ്റെ കൂടെ സർപ്ലസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ആഡ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ലയബിലിറ്റിയും സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ലൈഫ് മെമ്പർഷിപ്പ് ഫീയും കൂടെ എഴുതിയാൽ നമ്മുടെ ഫണ്ട് കിട്ടി. ഫണ്ട് എടുത്തിട്ട് പിന്നെ ബാക്കി എല്ലാ ലയബിലിറ്റികളും നമ്മൾ ലയബിലിറ്റി സൈഡിൽ എഴുതു. അത് കഴിഞ്ഞ് അസറ്റ് സൈഡിൽ നമ്മൾ എല്ലാ അസറ്റുകളും, അസറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതിയ ക്യാഷ് ഇൻ ഹാൻഡാണ്. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതിയിട്ട് പിന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ആ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നമ്മൾക്ക് എന്താണ്, അത് നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അതേ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഒരു ഇൻകമാണ്, അതുകൊണ്ട് അസറ്റ്. അതുപോലെ സ്റ്റോക്കുകൾ, മെറ്റീരിയലിൻ്റെയും സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് നമ്മൾ എടുത്തു, ക്ലോസിങ് സ്റ്റോക്ക്. ബാക്കിയുള്ള എല്ലാ അസറ്റുകളും ഓർഗനൈസേഷനിൽ ഇതുവരെയുള്ള അസറ്റ്, ഈ വർഷം നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വാങ്ങിയതുണ്ട് ഒരു അസറ്റ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ അസറ്റ് ഈ വർഷത്തെ അസറ്റാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം തന്ന ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് നമ്മൾ അസറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ബാലൻസ് ഷീറ്റും നമ്മൾ ഈക്വലാക്കി. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക NPO എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരാം. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസുകൾ ഞാൻ വായിച്ചു, മെസ്സേജുകൾ കിട്ടിയപ്പോൾ എൻ്റെ വീഡിയോസ് ഒരുപാട് യൂസ്ഫുള്ളായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.